അടുത്തൊരു പ്രിപ്പറേഷനാണ്. നമുക്ക് ആ മീൻ തന്നെ കേരയുടെ നമുക്ക് കൂട്ടാൻ വെക്കാം. നമുക്കൊരു ചുമ്മാ മുളകിട്ട് മാത്രം, മുളകും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇട്ടാൽ നമുക്കൊരു കൂട്ടാനുണ്ടാക്കാം. അതിന് കുറച്ച് ഞാൻ 2 കിലോകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തു, കുറച്ചെടുത്ത് കൂട്ടാൻ വെക്കാം. ഒക്കെ എൻ്റെ വ്ളോഗുകളെല്ലാം ശ്രദ്ധിച്ച് കാണണേ എല്ലാവരും. അപ്പം അതിന് വേണ്ടി നമുക്ക് ഇത്തിരി പുളി, ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഉണ്ട്, ചുമന്നുള്ളി എല്ലാം അരിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാമേ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ട എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി. അപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം. ഒന്നും പിടിക്കട്ടെന്ന് വെച്ചാണേ. മൊത്തത്തിലൊന്നും ഇതാക്കിയില്ലെങ്കിൽ ചട്ടി. അപ്പം നമുക്ക് കുറച്ച് അതിന് വേണ്ട സാധനങ്ങൾ ചേർക്കാം. കുറച്ച് ഉലുവ വേണമല്ലോ. ഉലുവയുടെ പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഇച്ചിരി കടുക് ഇടാം. നമുക്കത് പൊട്ടട്ടെ. അപ്പം നമുക്ക് ഇത്തിരി കരിവേപ്പില ചേർക്കാം. കരിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞാണ് അതെല്ലാം. നോക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം കുറച്ച് പിള്ളേർ കൂടെ കൂട്ടണ്ടേല്ലേ. അപ്പം കുറച്ച് മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി കൂടുതലിടാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് നമുക്ക് മീൻ മസാലയുടെ പൊടിച്ചത് അത് ഇരിപ്പുണ്ട്, അതുകൂടെ ചേർക്കാം. കുറച്ച് നമുക്ക് ഉപ്പ് ഇടാം. അപ്പം നമുക്കിത് ഇളക്കാം. എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ഓടിച്ചു പോകാതെ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യണേ. എന്നാലേ എനിക്കതൊരു പ്രയോജനമാകുള്ളൂ. അധികം മീനില്ലല്ലോ, അപ്പോൾ ഇത്രയും മസാല മതി. അപ്പം നമുക്കിനി അടുത്ത ഒരു പുളി ഒഴിക്കും. പുളി കീറിയതാണ്, അപ്പോൾ അതങ്ങോട്ട് ഇടാം. ചിലർ പുളിവെള്ളം ഒഴിക്കും, ഞാൻ പുളിവെള്ളം ഒഴിക്കില്ല, അപ്പോൾ ഒത്തിരി പുളിയാകും. നല്ലോണം മൂക്കട്ടെ. നമുക്ക് ഇച്ചിരി കായം ചേർക്കാം. മീന് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. കായമൊക്കെ നല്ലതാണ്. അത് ചേർക്കാം. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളം ഒഴിച്ചാലും നല്ലത്. നമുക്ക് വേറെ പച്ചവെള്ളം ഒഴിക്കുന്നതിലും നല്ലതാണ്. ഞങ്ങളുടെ ഒരു സുന്ദരിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് ഓടി വരും, വെളിയിൽ പോവും. അങ്ങനത്തെ ഒരു സുന്ദരിക്കുട്ടിയുണ്ട് ഇവിടെ. അപ്പം നമുക്കിതൊന്ന് തിളക്കട്ടെ. വേണ്ട, ഞങ്ങളുടെ സുന്ദരിക്കുട്ടിയാ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഭയങ്കര സാധനമാണ് ഇത് കേട്ടോ. ഉണ്ടോ, തോളത്തിരിക്കും കൊച്ചു പിള്ളേരുടെ കൂട്ട്. വേണ്ട പോയി. ഭയങ്കര സുന്ദരിക്കുട്ടിയാ. അപ്പം നമ്മുടെ മീൻ ചാറ് റെഡിയായി. അപ്പം നമുക്ക് കുറച്ച് മീനിടാം, പെറുക്കിടാം. ഒന്ന് നോക്കാം.
ഇത്രയാണ്. അപ്പം നമുക്കിനി മീന് റെഡിയാക്കാം. ഓക്കെ, എല്ലാം റെഡിയായി. നമുക്കിനി അടച്ച് വെച്ചിട്ട് നമുക്കിനി തിളച്ച് നല്ല വറ്റിട്ട് ഓക്കെ അടച്ചു വെക്കാം. നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. അപ്പം നമ്മുടെ മീൻ കറി റെഡിയായി. ഓക്കെ, ബായ്.